സുഹൃത്തുക്കളും സൂചിപ്പിച്ചതുപോലെ ഞാനും അത്ഭുതത്തോടെയാണ് കണ്ടത്. ഞാനും അത്ഭുതത്തോടെ അല്ല, ചർച്ചയ്ക്കെടുത്ത ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചർച്ചയ്ക്ക് എടുത്ത സമയത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞു, ചർച്ചയ്ക്ക് എടുക്കുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്താ, ഗവൺമെന്റിന് പറയാൻ കഴിയേണ്ടുന്ന പല കാര്യങ്ങളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയാൻ ഉള്ളൊരു അവസരമായി ഇത് ചർച്ചയ്ക്കെടുക്കാമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കണക്കുകളെല്ലാം ഉദ്ധരിച്ചു. നിങ്ങൾ ഒരു കാര്യം അറിയേണ്ടുന്നത്, എല്ലാ വിഷയത്തിനും UDFന്റെ ഭരണവും LDFന്റെ ഭരണവുമായി താരതമ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ 2011 മുതൽ 2014 വരെ ഭരിച്ചിരുന്നത് UDF ആണെന്ന് അംഗീകരിക്കാമല്ലോ. 2011 ഇൻഡെക്സ് കണക്ക് പറയുന്നത് 10.11 ആണ്. 2012 7.65 ആണ്. 2013 14.22 ആണ്. 2014 9.13 ആണ്. അപ്പോൾ ഈ കണക്ക് മാറിയും പല രൂപത്തിലേക്ക് മാറ്റങ്ങൾ വരാം. ആ കണക്കുകൾ 2016 5.05 ആണ്. 2022 5.1 ആണ്. 2024 4.4 ആണ്. ഇപ്പോൾ വന്നിട്ടുള്ള പണപ്പെരുപ്പത്തിൻ്റെ ശതമാന കണക്ക് യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഉപഭോക്തൃ വില സൂചികയുടെ റാങ്കിൽ പ്രതിഫലിക്കേണ്ടതാണ്. 2020-21 മുതൽ 2023-24 വരെ എടുത്താൽ രാജ്യത്തെ 21 പ്രധാന സംസ്ഥാനങ്ങളിൽ 14നും 17നും ഇടയ്ക്കാണ് കേരളത്തിൻ്റെ റാങ്ക്. അതല്ലേ രേഖ നിങ്ങൾക്ക് പരിശോധിക്കാം. കാർഷിക വ്യവസായ പ്രധാനങ്ങളായ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങൾ ഈ റാങ്കിൽ നമുക്ക് മുകളിലാണ്. അതാണ് കണക്കുകൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അതെങ്ങനെ കണക്കാക്കുന്നത്? ഇവിടെ ചർച്ച നന്നായി നടന്നു. ചില അംഗങ്ങൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഞാൻ വിശദമായി പറഞ്ഞു പോകുന്നില്ല. 2025 ഏപ്രിൽ, ജൂൺ, ജൂലൈ മാസങ്ങളിലെ ഭക്ഷണ പാനീയങ്ങൾ എന്ന വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള വില വർധനവ് ഇതിൽ പ്രധാനമാണ്. സർ, ഇതിൽ ഭക്ഷണപാനീയങ്ങൾക്ക് 46% വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഈ കാലയളവിൽ ഇറച്ചി, മുട്ട, മീൻ, പാൽ, പഞ്ചസാര ഇതിനൊന്നും വില കൂടിയിട്ടില്ല. പച്ചക്കറിക്കും പയർവർഗ്ഗങ്ങൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും വില കുറയുകയാണ് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് സർ പണപ്പെരുപ്പത്തിൻ്റെ ശതമാനം കൂടിയത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പോഴാണ് ഓയിലിൻ്റെയും ഫാറ്റ്സിൻ്റെയും എന്നീ വിഭാഗങ്ങളിൽ ഉണ്ടായ വർധനവാണ് ഈ കണക്കിൽ പ്രതിഫലിച്ചതെന്ന് കാണാൻ കഴിയും. നാളികേരത്തിൻ്റെ ഉൽപ്പാദനത്തിലെ കുറവും ഉപഭോഗത്തിലെ കൂടുതലുമാണ് കേരളത്തെ ഈ കണക്കിൽ ഉയർന്ന പണപ്പെരുപ്പ ശതമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് പലവക ചരക്കുകൾ എന്ന ഇനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവാണ്. ഇത് ദേശീയ തലത്തിൽ 28%, കേരളത്തിൽ 38.5 തൊട്ട് 42.5% വരെയാണ്. എന്താണ് ഇതിന് കാരണം? ഈ ഇനത്തിൽ വരുന്നത് ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ കെയർ എന്നിവയൊക്കെയാണ്. വിദ്യാഭ്യാസ ആരോഗ്യ ചെലവിൽ ഒന്നും ഇപ്പോൾ പെട്ടെന്നൊരു വർധനവും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ശതമാന കണക്ക് കൂടിയത് സ്വർണ്ണാഭരണങ്ങൾ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ, കൂടാതെ സിഗരറ്റ്, സോപ്പ്, പേസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളുണ്ട്. ഇതിലുണ്ടായിട്ടുള്ള മാറ്റവും നമുക്ക് ഈ ഇൻഡെക്സിൽ മാറ്റം വന്നിട്ടുണ്ടാകും എന്നാണ് അത് കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നോക്കാൻ കഴിയുന്നത്. സാർ, ഇവിടെ നമ്മൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ക്രയവിക്രയ ശേഷി കൂടുതലാണ് എന്ന് നമ്മളെല്ലാം ഒരുപോലെ സമ്മതിക്കുന്ന വിഷയമാണ്. ഇവിടെ ചർച്ചയിലും പറയുകയുണ്ടായി. വാസ്തവത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇനങ്ങളിൽ ഒന്നും തന്നെ വിലവർധനവും കേരളത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.